ജോർദാൻ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രഭാതം എന്ന പേരിൽ വത്തിക്കാൻ സിറ്റിയിൽ ചരിത്ര പ്രദർശനം ആരംഭിക്കുന്നു. ജോർദാനിയൻ ടൂറിസം പുരാവസ്തു മന്ത്രാലയമാണ് ഇതേക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. ജോർദാനിലെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഉത്ഭവത്തിലേക്ക് അറിവുകളുമായാണ് ടൂറിസം മന്ത്രാലയം പ്രദർശനം ആരംഭിക്കുക. ജനുവരി 8 ബുധനാഴ്ച അമ്മാനിലെ സെയിന്റ് റജീസ് ഹോട്ടലിൽ നടന്ന മാധ്യമ സമ്മേളനത്തിലായിരുന്നു ടൂറിസം പുരാവസ്തു മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത്. ജനുവരി 31 മുതൽ ഫെബ്രുവരി 28 വരെ വത്തിക്കാനിലെ പലാസോ ഡെല്ല ക്യാൻസിലേരിയയിലായിരിക്കും പ്രദർശനം. വത്തിക്കാനുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന പ്രദർശനം ജോർദാനും വത്തിക്കാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സുപ്രധാന സംഭവമാണ്. ജോർദാൻ ടൂറിസം പുരാവസ്തു മന്ത്രി ലീന അന്നബ് വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ മാമോദീസ മുതൽ ബൈസൈന്റൈൻ കാലഘട്ടം വരെയും ജോർദാനിലെ ക്രൈസ്തവരുടെ പരിണാമത്തെക്കുറിച്ചും സന്ദർശകർക്ക് പഠിക്കുവാനുള്ള അവസരം പ്രദാനം ചെയ്യുന്ന സങ്കീർണമായ മൊസൈക്കുകൾ മുതൽ പുരാതന ചിഹ്നങ്ങൾ വരെയുള്ള 90-ലധികം സവിശേഷമായ പുരാവസ്തുക്കളാണ് പ്രദർശനത്തിൽ അവതരിപ്പിക്കുന്നത്. ഫ്രാൻസ്, പോർച്ചുഗൽ, ഗ്രീസ് എന്നിവിടങ്ങളിലെ സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി സ്ഥലങ്ങളിൽ പ്രദർശനം എത്തിക്കാൻ പദ്ധതിയുണ്ട്. ജോർദാനിയൻ ടൂറിസം പ്രൊമോഷൻ അതോറിറ്റി മേധാവി അബ്ദുൾ റസാഖ് അറബിയത്താണ് വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് പറഞ്ഞത്. ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ഈ പ്രദർശനം ആകർഷിക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ.